Okay, so phylum Nidaria അല്ലെങ്കിൽ phylum Coelenterata. Phylum Nidarians and Coelenterata വരുന്ന ഓർഗാനിസംസ് ഏതൊക്കെയാണ് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. കോറൽസ് എന്താത്ത പെടും, ജെല്ലി ഫിഷ്, സീ അനിമോൺ, ഹൈഡ്ര. ഹൈഡ്രയും ഈ ഓർഗാനിസത്തിനെ കുറിച്ച് എല്ലാം നമ്മൾ നേരത്തെ കേട്ടുള്ളതാണല്ലേ. ഫൈലം നിഡേറിയയെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ദീസ് ആർ ദ ഫസ്റ്റ് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ദാറ്റ് കംസ് അണ്ടർ യൂമെറ്റാസോവ അല്ലെങ്കിൽ ട്രൂ അനിമൽസ് എന്ന കാറ്റഗറിയിൽ ആദ്യം വരുന്ന ഓർഗാനിസംസ് ആണ് ഈ ഫൈലം നിഡേറിയയിൽ ഉള്ളത്. അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. കാരണം ഇപ്പം നമ്മൾ ഓർക്കേണ്ടത് ആദ്യമുണ്ടായ ട്രൂ ആനിമൽസ് ഇവരൊക്കെയാണ്. ഓക്കെ, ഇവരെന്ന് വെച്ചാൽ ജെല്ലി ഫിഷൊക്കെ ഇവരൊരു മോഡിഫൈഡ് ഫോമാണ്, അല്ലെങ്കിൽ ഏറ്റവും പുതിയ ഓർഗാനിസംസ് ആണ്. പക്ഷേ ഹൈഡ്ര അല്ലെങ്കിൽ അങ്ങനത്തെ വേറെ ഫോംസൊക്കെയാണ് ആദ്യം ഉണ്ടായത്. അപ്പോൾ അവർക്ക് ആദ്യമുണ്ടായ ക്യാരക്ടേഴ്സ് എന്തൊക്കെയായിരിക്കും, എങ്ങനെയായിരിക്കും അവരുടെ ഓർഗനൈസേഷൻ എന്നൊക്കെയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പം ആദ്യമുണ്ടായ ഓർഗാനിസംസ് ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഇപ്പോഴും ഈ ഓർഗാനിസംസ് ഒക്കെ എന്താണ്, ദേ ആർ മെയിൻലി അക്വാട്ടിക് ആണ്. അതിൻ്റെ അകത്ത് മോസ്റ്റ്ലി ദേ ആർ മറൈൻ, സം ആർ ഫ്രഷ് വാട്ടർ. Now when you are talking about the symmetry, നിങ്ങൾക്കറിയാം earlier forms of organismത്തിൻ്റെ ഒക്കെ symmetry is radial symmetry ആണ്. So they have got a radial symmetry അല്ലെങ്കിൽ ഒരു biradial symmetry. റൈറ്റ്, റേഡിയൽ സിമിട്രി എന്ന് പറയുമ്പോൾ എന്തായിരുന്നു നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഒരു ഓർഗാനിസത്തിൻ്റെ റേഡിയസിൽ അല്ലെങ്കിൽ നടുക്കുള്ള ആക്സസിന് ചുറ്റുമാണ് ഓർഗൻസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏത് പ്ലെയിനിൽ കൂടിയും ആ സെൻട്രൽ ആക്സസിനെ കട്ട് ചെയ്യുന്ന ഏത് പ്ലെയിനിൽ കൂടിയും നമുക്ക് എന്താണ് ഓർഗാനിസത്തിനെ ഈക്വൽ 2 halves ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ബൈറേഡിയൽ സിമിട്രി ആയിരിക്കും. ബൈറേഡിയൽ സിമിട്രി എന്ന് വെച്ചാൽ റേഡിയൽ സിമിട്രിയിൽ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ആയിട്ടുള്ള എക്സ്ട്രാ സ്ട്രക്ചർ ടെൻറ്റക്കിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ എല്ലാ പ്ലെയിനിലൂടെയും കട്ട് ചെയ്യാൻ പറ്റില്ല. ഒരൊറ്റ പ്ലെയിനിലൂടെ അല്ലെങ്കിൽ 2 പ്ലെയിനിലൂടെ മാത്രമേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിനെയാണ് ബൈറേഡിയൽ സിമിട്രി എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് they have got tissue level organization. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞ ഓർഗാനിസംസ് ഒക്കെ, അതായത് പ്ലാക്കോസോവ, മീസോസോയിലെ ഓർഗാനിസത്തിനൊക്കെ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആയിരുന്നു. സ്പോഞ്ചസിനൊക്കെ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആയിരുന്നു. ഇവിടെ വരുമ്പോൾ യു ക്യാൻ സീ ദാറ്റ് ദേ ഹാവ് ഗോട്ട് എ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. പ്രസൻസ് ഓഫ് നെർവ് ടിഷ്യൂ ആണ് അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. പിന്നെ ദീസ് ഓർഗാനിസംസ് ആർ ഡിപ്ലോബ്ലാസ്റ്റിക് ഇൻ കണ്ടീഷൻ. ഓക്കെ, ഡിപ്ലോബ്ലാസ്റ്റിക് ദാറ്റ് മീൻസ് ദേ ഹാവ് ഗോട്ട് എന്താണ് ഒരു ഔട്ടർ എക്ടോഡേം ഉണ്ട്. ഇത് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഈ ഡയഗ്രത്തിൽ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമാണ്. ഈ ഡാർക്ക് ബ്ലൂവിൽ കാണുന്നതാണ് ഔട്ടർ എക്ടോഡേം, ഉള്ളിൽ യെല്ലോ കളറിൽ കാണുന്നതാണ് ഈ എൻഡോഡേം എന്ന് പറയുന്നത്. ആൻഡ് ഇൻ ബിറ്റ്വീൻ ദീസ് 2 layers യു ക്യാൻ സീ എ ജെല്ലി ലൈക്ക് സ്ട്രക്ചർ വിച്ച് ഇസ് നോൺ ആസ് മീസോഗ്ലിയ. ഈ മീസോഗ്ലിയ നോൺ സെല്ലുലാർ ആണ്. സോ ഒരു ഔട്ടർ എക്ടോഡേം, ഇന്നർ എൻഡോഡേം ആൻഡ് എ മിഡിൽ, ഇവിടെ മീസോഡേം എന്നാണ് എഴുതിയത്, തെറ്റിപ്പോയതാണ്. ഇറ്റ്സ് എ മിഡിൽ മീസോഗ്ലിയ. അപ്പോൾ ഈ ഹാവ് ഗോട്ട് ഡിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷൻ. അപ്പോൾ ഈ ഡിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു പുതിയ ക്യാരക്ടറാണ്. ഇവിടെ തൊട്ടാണ് നമുക്ക് ഡിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷൻ കാണാൻ പറ്റുന്നത്. ഇനി ഒരു കാര്യം കൊണ്ട് ശ്രദ്ധിക്കുക, നമ്മളൊക്കെ ഹ്യൂമൻ ബീങ്സ് ഒക്കെ ട്രിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷൻ ആണല്ലേ. പക്ഷേ നമ്മുടെ കേസിൽ അഡൾട്ട് സ്റ്റേജിൽ നമുക്ക് ഈ പറയുന്ന പുറത്ത് എക്ടോഡേം, ഉള്ളിൽ എൻഡോഡേം, നടുക്ക് മീസോഡേം എന്നൊക്കെ പറഞ്ഞ് കാണാൻ പറ്റുമോ? ഇല്ല. നമ്മുടെയൊക്കെ അതായത് ഡെവലപ്മെൻറ്റൽ സ്റ്റേജിൽ ആദ്യത്തെ ഏർലി സ്റ്റേജിൽ മാത്രമാണ് അങ്ങനെ ഒരു ഫോർമേഷൻ നടക്കുന്നത്. പക്ഷേ ഇവർക്ക് അങ്ങനെയല്ല, അഡൾട്ടിലും ഡിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷൻ ആണെന്നുള്ളൊരു ഫാക്റ്റ് നിങ്ങളുടെ മനസ്സിൽ കിടക്കണം കേട്ടോ. ഇനി ഇവരുടെ പേര്, വൈ ആർ ദേ നോൺ ആസ് നിഡേറിയൻസ്? Now they are known as Nidarians because they have got a specialized cell called nidocyte. Nidocyte bearing cells ആയതുകൊണ്ടാണ് ഇവരെ Nidarians എന്ന് വിളിക്കാൻ കാര്യം. Now what are nidocytes? Nidocytes are cells which help them to capture and defense. അതായത് പ്രേ ക്യാപ്ചറിനും പ്രിഡേറ്റേഴ്സിനെതിരെ ഡിഫെൻസിനും സഹായിക്കുന്ന ഒരു പ്രത്യേകതരം സെൽസ് ആണ് ഈ നീഡോസൈറ്റ്സ് എന്ന് പറയുന്നത്. ഇനി അവരുടെ ലൊക്കേഷൻ എവിടെയാണ്? നൗ ദേ ആർ സീൻ ഓൺ ദ ടെൻഡക്കിൾസ്. ഈ ഓർഗാനിസത്തിന് ടെൻഡക്കിൾസ് ഉണ്ട്, അവരുടെ ടെൻഡക്കിൾസിലായിരിക്കാം കാണുന്നത്. അല്ലെങ്കിൽ ബോഡിയുടെ മാർജിൻ, ജെല്ലി ഫിഷിൻ്റെ ഒക്കെ ആ ഒരു അംബർലയുടെ മാർജിനിലാണ് എന്ത് കാണുന്നത്, ഈ പറയുന്ന നീഡോബ്ലാസ്റ്റ് കാണുന്നത്. പിന്നെ നീഡോബ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചർ ഒന്ന് നിങ്ങൾ നോക്കുക. അതൊരു സെല്ലാണ്, ഇങ്ങനെ ഇരിക്കുന്ന ഒരു സെല്ലാണ്. ഈ സെല്ലിൻ്റെ അകത്തൊരു ക്യാവിറ്റി ഉണ്ട്. ക്യാവിറ്റിക്ക് അകത്തൊരു ട്യൂബുണ്ട്. ഈ ട്യൂബിൻ്റെ ഫങ്ഷൻ ഞാൻ നിങ്ങൾക്ക് സൂം ക്ലാസ്സിൽ വരുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. ആൻഡ് ഇതൊരു ട്രിഗറിങ് സെല്ലാണ്. എന്തെങ്കിലും അടുത്ത് വരുമ്പം ഈ ട്രിഗർ അലേർട്ട് ആകുമ്പോഴത്തേക്കും ഈ ട്യൂബ് പുറത്തോട്ട് ഇജക്റ്റ് ഔട്ട് ചെയ്യും. ഇജക്റ്റ് ഔട്ട് ചെയ്യുമ്പം ഈ ഉള്ളിലുള്ള കണ്ടൻസ്, ഈ പറയുന്ന ക്യാവിറ്റിക്ക് ഉള്ളിലുള്ള കണ്ടൻസ് എന്ന് പറഞ്ഞാൽ ഹൈ കോൺസെൻട്രേഷൻ ഓഫ് അയോൺസ് ഒക്കെയാണ്. നൗ ദീസ് ആക്ട് ആസ് ടോക്സിൻസ് ടു പ്രേ ആൻഡ് പ്രിഡേറ്റേഴ്സ്. സോ ഈ ടോക്സിൻ അവർ പ്രേയിലോട്ട് പ്രിഡേറ്ററിലോട്ട് ഇഞ്ചെക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ അതൊരു ഡിഫെൻസിനാണെങ്കിലും ക്യാപ്ചർ മെക്കാനിസത്തിനും യൂസ് ചെയ്യുന്നൊരു സെല്ലാണിത്. നൗ നിങ്ങൾക്ക് അപ്പോൾ ഇത്രയും നേരത്തിൽ തന്നെ നിങ്ങളുടെ എക്സാമിന് വേണ്ടിയുള്ള 2 ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ 2 അല്ല 3 ക്വസ്റ്റ്യൻ ചോദിക്കുവാണ്. വാട്ട് ഇസ് റേഡിയൽ സിമെട്രി? ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ് വാട്ട് ഇസ് ടിഷ്യൂ ലെവൽ ഓർഗനൈസേഷൻ? And third question is what are cnidocytes? Now cnidocytes are also known as nematocytes കേട്ടോ. കാരണം cnidocytes പല തരത്തിലുണ്ട്. അതിനകത്ത് ഒരു തരത്തിലുള്ള cnidocyteനെയാണ് നെമറ്റോസൈറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇഫ് നെമറ്റോസൈറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിലും നിങ്ങൾ cnidocyte ഡെഫിനിഷൻ എഴുതിയാൽ മതി. അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഇനി വൈ ആർ ദേ നോൺ ആസ്, അപ്പോൾ ഈ നീഡോസൈറ്റ് ബെയറിംഗ് ആയതുകൊണ്ടാണല്ലോ അവർ നീഡോറിയൻസ് എന്ന് വിളിക്കുന്നത്. ഇനി വൈ ആർ ദേ നോൺ ആസ് സീലൻഡ്രേറ്റ്സ്? ഇത്രയും നേരം നമ്മൾ സ്പോഞ്ചസിലൊക്കെ കണ്ടപ്പോൾ അവർക്കൊരു സ്പോഞ്ചോ സീൽ ഉണ്ടായിരുന്നു, അല്ലെ ഒരു ക്യാവിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ സ്പോഞ്ചോ സീലിൻ്റെ അകത്ത് വെള്ളം കയറി ഇറങ്ങി പോകുന്നതല്ലാതെ അവിടെ അല്ല നമ്മൾ ഡൈജഷൻ നടന്നിരുന്നത്. ഇവിടെ വാട്ട് യു ക്യാൻ സീ ഇസ് ദാറ്റ് ഫ്രം ദീസ് ഓർഗാനിസം ഓൺവേർഡ്സ് ദർ ഇസ് എ ബോഡി ക്യാവിറ്റി ദാറ്റ് ഇസ് പ്രസൻറ്റ് ഇൻസൈഡ് ദ ബോഡി and ഈ cavity is lined by endodome കൊണ്ട് ലൈൻ ചെയ്തിരിക്കുന്ന ക്യാവിറ്റിയാണ്. ആൻഡ് ഈ ക്യാവിറ്റി is known as gastrovascular cavity or coelentron. ഓക്കെ, ഒരു സീലോമുണ്ട്, അല്ലെങ്കിൽ സീലോം അല്ല ഒരു ക്യാവിറ്റീനാണ് സീലിന് വിളിക്കുന്നത്. അപ്പോൾ ഒരു സീലെൻഡ്രോൺ ഉണ്ട്. നൗ എന്താണ് എൻഡ്രോൺ? നൗ ഇറ്റ് ഈസ് ഹിയർ ദാറ്റ് ദ ഡൈജഷൻ ടേക്സ് പ്ലേസ്. ആൻഡ് ഇവിടെ തന്നെയാണ് എന്ത് നടക്കുന്നത്? റെസ്പിറേഷനും നടക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ റെസ്പിറേഷൻ അല്ലെങ്കിൽ സർക്കുലേറ്ററി ഫംഗ്ഷനും നടക്കുന്നത് ഈ ഒരു ക്യാവിറ്റി വഴിയാണ്. അതുകൊണ്ടാണ് ഇതിനെ ഗ്യാസ്ട്രോവാസ്കുലർ ക്യാവിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം, ഈ ഓർഗാൻസത്തിൻ്റെ ബോഡിക്കുള്ളിൽ ഒരു ക്യാവിറ്റി ഉണ്ട്. ഈ ക്യാവിറ്റി ഈസ് ലൈൻ ബൈ എൻഡോഡം. ഈ ക്യാവിറ്റി ഇതിലെ കൂടിയാണ് ഈ ക്യാവിറ്റി പുറത്തോട്ട് ഓപ്പൺ ചെയ്യുന്ന ഒരു ഒറ്റ ഓപ്പണിംഗ് വഴിയാണ്. നൗ ദിസ് ഓപ്പണിംഗ് ക്യാൻ ബി കോൾഡ് എ മൗത്ത്. പക്ഷേ അത് എന്താണ്, വെള്ളത്തിനകത്തോട്ട് കയറാനും പുറത്തോട്ട് ഇറങ്ങാനും ഈ ഒരു ഒറ്റ ഓപ്പണിങ്ങേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനെ മൗത്തിൻ്റെയും ഏനസിൻ്റെയും ഫംഗ്ഷൻ ഈ ഒരു ഒറ്റ ഓപ്പണിംഗ് നടത്തുന്നുണ്ട്. എനിവേസ്, അപ്പോൾ ഈ വെള്ളം ഇതിലൂടെ കയറിക്കഴിഞ്ഞാൽ വെള്ളത്തിനല്ലെങ്കിൽ ഇവർ ക്യാച്ച് ചെയ്യുന്ന പ്രേ ഒക്കെ ഇതിൻ്റെ അകത്തൂടെയാണ്, ഈ മൗത്തിൽ കൂടിയാണ് ഉള്ളിലോട്ട് കടക്കുന്നത്. ഇവിടെ ഈ എൻഡോഡേം സെൽസ് ഡൈജഷൻ സഹായിക്കുന്നുണ്ട്. ഇവിടെ ഡൈജഷൻ എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ നടക്കുന്നുണ്ട്, ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ നടക്കുന്നുണ്ട്. ആൻഡ് ഈ ഫുഡ് പാർട്ടിക്കിൾസ് ഇതിപ്പോൾ ഒരു ഹൈഡ്ര ആയതുകൊണ്ടാണ് ഇവർ ദേ ക്യാൻ ബി സോളിറ്ററി ഓർ കൊളോണിയൽ കേട്ടോ. ഇവർ ചിലപ്പം ഒറ്റയ്ക്കായിരിക്കും ജീവിക്കുന്നത്, അല്ലെങ്കിൽ കോളനീസ് ആയിരിക്കും. കോളനീസ് ആണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ എല്ലാം ഈ പറയുന്ന സീലെൻഡ്രോൺ കണക്റ്റഡ് ആണ് കോളനീസിലൊക്കെ. അപ്പോൾ ഈ സീലെൻഡ്രോൺ കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഇതുവഴിയാണ് എല്ലായിടത്തോട്ടും എന്തെത്തുന്നത്, ഫുഡ് എത്തുന്നത്, പിന്നെ എല്ലാവരും എക്സ്ക്രീറ്ററി പ്രോഡക്ട്സും ട്രാൻസ്ഫർ ചെയ്യുന്ന ഈ ഒരു വഴി കൂടെയാണ്. അപ്പം നമുക്ക് ഡൈജഷൻ നടക്കുന്നതും ഇവിടെയാണ്, സർക്കുലേറ്ററി ഫങ്ഷൻസും നടക്കുന്ന ഈ ഒരു ക്യാവിറ്റി വഴിയാണ്. അതുകൊണ്ടാണ് ഇതിനെ ഗ്യാസ്ട്രോവാസ്കുലർ ക്യാവിറ്റി എന്ന് വിളിക്കുന്നത്. സോ ഇതുപോലൊരു ക്യാവിറ്റി ആനിമൽസിൽ ആദ്യം ഉണ്ടായത് എവിടെയാണ്? നിഡേറിയൻസിലാണ്. അതുകൊണ്ടാണ് ഇതിനെ സീലൻഡ്രേറ്റ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ക്യാവിറ്റി ഉള്ളതുകൊണ്ടാണ് ഇതിനെ സീലൻഡ്രേറ്റ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവർക്ക് വേറൊരു ട്രൂ ബോഡി സീലോം എന്ന് പറയുന്ന ഒരു ക്യാവിറ്റി ഒന്നും ഇവർക്കില്ല. ദേ ഡോണ്ട് ഹാവ് എ റെസ്പിറേറ്ററി സ്ട്രക്ചർ, ദേ ഡോണ്ട് ഹാവ് എ എക്സ്ക്രീറ്ററി സ്ട്രക്ചർ, ദേ ഡോണ്ട് ഹാവ് എ സർക്കുലേറ്ററി സ്ട്രക്ചർ അല്ലെങ്കിൽ സർക്കുലേറ്ററി സിസ്റ്റം ആയിട്ടൊന്നുമില്ല. ഈ ഒരു ക്യാവിറ്റി മാത്രമാണ് ഇവർക്കുള്ളത്. അടുത്തത് പ്രസൻസ് ഓഫ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഇതുവരെ നമ്മൾ സ്പോഞ്ചസ് ഒക്കെ പഠിച്ചപ്പോൾ അവർക്ക് എന്തില്ലായിരുന്നു? ഒരു നെർവസ് സിസ്റ്റം ഇല്ലായിരുന്നു. ഇവിടം തൊട്ട് സീലൻഡ്രേറ്റയിൽ തൊട്ടാണ് നെർവസ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ദേ ഹാവ് ഗോട്ട് നെർവ് സെൽസ്. ഒരു സിസ്റ്റം എന്ന് പറയാനായിട്ടില്ലെങ്കിൽ ദേ ഹാവ് ഗോട്ട് ഒരു നെർവ് നെറ്റ് ഉണ്ട് കണ്ടോ. അവരുടെ ബോഡിക്ക് ചുറ്റും ഇങ്ങനെ നെർവ് സെൽസ് ഇങ്ങനെ നെറ്റ് പോലെ ഉണ്ടാക്കിക്കുവാണ്. അങ്ങനെയാണ് ഇവരുടെ നെർവസ് സിസ്റ്റം ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ പ്രോപ്പർ ഒരു ബ്രെയിൻ ഒന്നും ഇല്ലെങ്കിലും ഇവർ ഈ പറയുന്ന ഭയങ്കരമായിട്ട് കണക്ട് ചെയ്ത് ഫങ്ഷൻ ചെയ്യുന്നതുകൊണ്ട് സെൻസേഷൻസ് ഒക്കെ അറിയാൻ പറ്റുന്നുണ്ട്. അപ്പം പ്രസൻസ് ഓഫ് നെർവസ് സിസ്റ്റം ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആസ് ഫാർ എസ് നിഡേറിയൻസ് ആർ കൺസേൺ. അപ്പോൾ നമ്മളൊരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വെനെവർ സേലിയൻ ഫീച്ചേഴ്സ് ആർ ആസ്ഡ്, ഈ പെർട്ടിക്കുലർ ഫൈലത്തിൻ്റെ പെക്യുലർ ക്യാരക്ടേഴ്സിനെ കുറിച്ച് നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് മെൻഷൻ ചെയ്യണം. അപ്പം നമ്മൾ ഇത്രയും നേരം പറഞ്ഞതിൽ പെക്യുലർ ക്യാരക്ടേഴ്സ് ഏതൊക്കെയായിരുന്നു എന്ന് ഓർത്ത് നോക്കണം. ഒന്നെന്ന് പറയുന്നത് ഏതായിരുന്നു? അവർ അക്വാട്ടിക് ആണെന്നുള്ള കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. ഡിപ്ലോബ്ലാസ്റ്റിക് ആണ്, ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് എന്നുള്ള കാര്യം, നീഡോസൈറ്റിൻ്റെ കാര്യം, ഗ്യാസ്ട്രോവാസ്കുലർ ക്യാവിറ്റിയുടെ കാര്യം, ഈ സിസ്റ്റംസ് ഒന്നും ഇല്ല എന്നുള്ള കാര്യം, നെർവസ് സിസ്റ്റത്തിൻ്റെ പ്രസൻസ്, ഇതൊക്കെ നമ്മൾ എപ്പോഴും സേലിയൻ ഫീച്ചേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതേണ്ട പോയിന്റ്സ് ആണ് കേട്ടോ. പിന്നെ ഇവർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ദീസ് ഓർഗാനിസംസ് ഹാസ് ഗോട്ട് 2 ഫോംസ്. ഇവർ 2 ഫോമിൽ നമുക്ക് കാണപ്പെടാറുണ്ട്. വൺ ഇസ് നോൺ ആസ് ദി പോളിപ്പ് ഫോം. ഒന്നിനെ നമ്മൾ പോളിപ്പ് ഫോം എന്നാണ് വിളിക്കുന്നത്. ആൻഡ് അതർ ഇസ് നോൺ ആസ് ദി മെഡൂസ ഫോം.
ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പോളിപ് ഫോമിൽ വരുന്ന ഓർഗാനിസമാണ് ഹൈഡ്ര എന്ന് പറയുന്ന ഓർഗാനിസം, അല്ലെങ്കിൽ സീ അനിമോണൊക്കെ ഇവർ പോളിപ് ഫോമിലുള്ള ഓർഗാനിസമാണ്. മെഡൂസ ഫോമിലുള്ള ഓർഗാനിസമാണ് ജെല്ലി ഫിഷ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, ഓക്കെ ഇവർക്ക് 2 ഫോമുണ്ട്, എന്താണ് പോളിഫോമിൻ്റെ പ്രത്യേകത? ഈ പോളിഫോംസ് ഒക്കെ സെസൈൽ ഫോംസ് ആണ്, എവിടെയെങ്കിലും അറ്റാച്ച്ഡ് ആയിട്ട് മാത്രം കാണപ്പെടുന്ന ഒരു ഫോംസ് ആണ് പോളിപ് ഫോംസ് എന്ന് പറഞ്ഞാൽ. ഈ പോളിപ് ഫോംസിന് നോക്കി മൗത്ത് എവിടെയാണ്? മുകളിലോട്ടാണ്, ഓപ്പൺ അപ്വേർഡ്സ് ആണ് അല്ലേ മൗത്തിന് ചുറ്റും യു ക്യാൻ സീ ടെൻഡിക്കിൾസ് ക്യാൻ ബി സീൻ, റൈറ്റ്? സോ മൗത്ത് ഉണ്ട്, മൗത്ത് മുകളിലോട്ട് അപ്വേർഡ്സ് ആയിട്ടാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. മൗത്തിന് ചുറ്റും നമുക്ക് ടെൻഡിക്കിൾസ് കാണാൻ പറ്റും. അറ്റാച്ച്ഡ് ആയിട്ട് കാണുന്നവരാണ് ഇവരെ. ടെൻഡിക്കിൾസ് മൗത്തിന് ചുറ്റുമായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവർക്ക് മീസോഗ്ലിയ, അതായത് നടുക്ക് കാണുന്ന ജെല്ലി ലൈക്ക് എ സെല്ലുലാർ ലെയർ ഉണ്ടല്ലോ, ആ ലെയർ എന്ന് പറയുന്നത് തിന്നായിരിക്കും ആർക്ക്? ഈ പോളിപ് ഫോംസിനെല്ലാം തന്നെ. ഓക്കെ, പിന്നെ പോളിപ് ഫോംസ് ചിലപ്പം സോൾട്ടറി ആയിട്ടായിരിക്കും കാണുന്നത്, അല്ലെങ്കിൽ കൊളോണിയലായിട്ടായിരിക്കും കാണുന്നത്. കൊളോണി ആണെങ്കിൽ ദിൽ ബി ഇൻ്റർ കണക്റ്റഡ് കേട്ടോ, ഓർക്കുക. പിന്നെ റീപ്രൊഡക്ഷൻ മിക്കവാറും അസെക്ഷൽ ആണെങ്കിലും സെക്ഷൽ രീതിയിലുള്ള റീപ്രൊഡക്ഷനും പോളിപ് ഫോംസ് കാണിക്കാറുണ്ട്. ഇനി അടുത്ത്, അപ്പം എന്തൊക്കെയാണ് പോളിപ്പിൻ്റെ ഫീച്ചേഴ്സ്? ഒന്ന് സെസൈലാണ് അല്ലെങ്കിൽ ബെന്തിക്കാണ്. സെസൈലാണെന്ന് പറയുമ്പോൾ അറ്റാച്ച്ഡ് ആണല്ലോ, അപ്പോൾ തന്നെ അവർ അടിത്തട്ടിൽ, കടലിൻ്റെ അടിത്തട്ടിലാണ് കാണിക്കുന്നത്, അതുകൊണ്ടാണ് ബെന്തിക്കെന്ന് പറയുന്നുണ്ട്. പിന്നെ മൗത്ത് അറ്റ് ദി എൻഡാണ്, എന്താണ് ഓപ്പണിങ്, ഇറ്റ്സ് ഫേസിങ് അപ്വേർഡ്സ് ആണെന്നുള്ള കാര്യം, മൗത്തിന് ചുറ്റും ടെൻഡിക്കിൾസ് കാണുന്നുള്ള കാര്യം, മീസോഗ്ലിയ തിന്നാണെന്നുള്ള കാര്യം ഓർക്കുക. പിന്നെ എന്താണ് സോൾട്ടറി ഓർ കൊളോണിയലായിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. റീപ്രൊഡക്ഷൻ മെയിൻലി അസെക്ഷൽ ആണെന്നുള്ള കാര്യം ഓർക്കുക. ഇനി നമ്മൾ മെഡൂസോയിഡ് ഫോംസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, മെഡൂസോയിഡ് ഫോംസിൽ ദേ ആർ ഫ്രീ സ്വിമ്മിങ് ഓർ ഫ്ലോട്ടിംഗ് ആണ് അല്ലേ. ഫ്രീ സ്വിമ്മിങ് ഫ്ലോട്ടിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും വെള്ളത്തിൻ്റെ ഒഴുക്കിനനുസരിച്ചാണ് ഇവർ മെയിൻലി പോകുന്നത്. യെസ്, കുറച്ചൊക്കെ അവർക്ക് സ്വിമ്മിങ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ തന്നെ ഇവർ ഒരു പ്ലാങ്ക്ടോണിക് ഫോം എന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു പോയിന്റ് എന്ന് വെച്ചാൽ അവരുടെ ബോഡി അംബർല ഷേപ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. മാത്രമല്ല മൗത്ത് ഓൺ ദി കോൺകേവ് സൈഡ്, ഈ പറയുന്ന കോൺകേവ് ഉള്ളിലത്തെ സൈഡിലാണ് മൗത്ത്, ആൻഡ് ദ മൗത്ത് ഇസ് ഫേസിങ് ഡൗൺവേർഡ്സ്. ദാറ്റ് ഇസ് അനദർ ഡിഫറൻസ്. ഇനി ഇവിടെ ടെൻഡിക്കിൾസ് ക്യാൻ ബി സീൻ ഓൺ ദി മാർജിൻ. ഇവിടെ മാർജിനിലാണ് ടെൻഡിക്കിൾസ് കാണുന്നത്, മൗത്തിന് ചുറ്റുമല്ല, മാർജിൻ, ബോഡിയുടെ മാർജിനിലാണ് നമുക്ക് ടെൻഡിക്കിൾസ് കാണാൻ പറ്റുന്നത്. ഇവിടെ യു ക്യാൻ സീ ദാറ്റ് ദ നെർവസ് സിസ്റ്റം ഇസ് മച്ച് മോർ കോംപ്ലെക്സ് അല്ലെങ്കിൽ മച്ച് മോർ ഡെവലപ്ഡ് ഇൻ ദ കേസ് ഓഫ് മെഡൂസ ഐ മീൻ കമ്പയർഡ് ടു പോളിപ്പ്. ഓക്കെ, പിന്നെ ഇവരുടെ കാര്യം മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഇവർക്ക് എന്താ പറയുക, സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. സോ മെഡൂസയ്ക്ക് എന്ത് ഫോം മാത്രമേ ഉള്ളൂ? സെക്ഷൽ ഫോം ഓഫ് റീപ്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. ഇനി നമ്മുടെ ഫൈലം ലിഡേറിനെ കുറിച്ച് പറയുമ്പോൾ ചില ക്ലാസ്സസിൽ നമുക്ക് പോളിഫോംസ് മാത്രമേ കാണുള്ളൂ, ചിലരിൽ നമുക്ക് എന്ത് മാത്രമേ മെഡൂസ ഫോം മാത്രമേ കാണുള്ളൂ. ചില ഓർഗാനിസം പോളിപ്പ് മെഡൂസ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും ജീവിക്കാറുണ്ട് കേട്ടോ. അതൊന്ന് മനസ്സിൽ വെച്ചേക്കണമേ. അപ്പോൾ നൗ ദ നെക്സ്റ്റ് 5 മാർക്ക് ക്വസ്റ്റ്യൻ ഇസ് റൈറ്റ് ഡൗൺ ദ ഡിഫറൻസ് ബിറ്റ്വീൻ പോളിപ്പ് ആൻഡ് മെഡൂസ ആണ് അടുത്ത 5 മാർക്ക് ക്വസ്റ്റ്യൻ. ഇനി these organisms show polymorphism. Now polymorphism is an important അല്ലെങ്കിൽ characteristic feature of Cnidaria. Now എന്താണ് പോളിമോർഫിസം? പോളിമോർഫിസം എന്ന് പറയുമ്പോൾ പല മോർഫോളജി. ഇപ്പോൾ ചില സ്പീഷീസിൽ വി ക്യാൻ സീ ദാറ്റ് ഓർഗാനിസം വിൽ ഷോ മോർ ദാൻ വൺ മോർഫോളജി. അപ്പോൾ നമ്മുടെ കേസിൽ അങ്ങനെയല്ലേ, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും 2 മോർഫോളജി ആണല്ലോ. അതിനെ നമ്മൾ ഡൈമോർഫിസം, സെക്ഷൽ ഡൈമോർഫിസം എന്നൊക്കെ പറയും. ഈ 2 ഫോംസ് അല്ലാതെ മെയിൽ ഫീമെയിൽ സെപ്പറേഷൻ അല്ലാതെ നമുക്ക് അതിൽ കൂടുതൽ സെപ്പറേഷൻ വേറെ ഓർഗാനിസത്തിൽ കാണാൻ പറ്റും ഒറ്റ സ്പീഷീസ് തന്നെ. ഫോർ എക്സാമ്പിൾ ടേർമൈറ്റ്സ്, ഹണി ബീസിൻ്റെ ഒക്കെ കേസിൽ. ടേർമൈറ്റ്സിന് ചുമ്മാ ഒരു കേസ് പറയാം. ഇവിടെ തന്നെ മെയിൽ ഫീമെയിൽ വർക്കറുണ്ട്, സോൾജറിന് വേറൊരു സ്ട്രക്ചറാണ്, അത് മാൻഡിബിലേറ്റ് സോൾജേഴ്സ്. 2 ടൈപ്പ് ഓഫ് സോൾജർ ഉണ്ട്. അവർക്കൊരു കിങ് ഉണ്ട്, പ്രൈമറി കിങ് ഉണ്ട്. ക്വീനെ കാണാൻ വേറെ രീതിയിലാണ് ഇരിക്കുന്നത്, വേറെ വിങ്ഡ് ആയിട്ട് റീപ്രൊഡക്റ്റീവ് മെയിൽസ് വേറെ ഉണ്ട്. അപ്പോൾ അതായത് ഒരു സ്പീഷീസിൽ തന്നെ നമുക്ക് എന്ത് കാണാം, പല മോർഫോളജി കാണാം. അതിനാണ് പോളിമോർഫിസം എന്ന് നമുക്ക് മെയിനായിട്ടും പറയുന്നത്. അപ്പോൾ എന്ത് തരം പോളിമോർഫിസമാണ് നമുക്ക് നിഡേറിയനിൽ കാണാൻ പറ്റുന്നത്? നിഡേറിയൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിഡേറിയനിൽ കാണാൻ പറ്റും ഒരു സ്പീഷീസ് തന്നെ പല മോർഫോളജി ഉള്ള ആൾക്കാരുണ്ട്, ഇൻഡിവിജ്വൽസ് ഉണ്ട്. Now we call these individuals as zooids, but these zooids are connected. ഇവരെന്താണ്? കണക്റ്റഡ് ആണ് ഇൻ എ കോളനി. അപ്പോൾ ഒരു കൊളോണിയൽ ആയിട്ടുള്ള ഒരു
പോളിപ്പിൽ അല്ലെങ്കിൽ കൊളോണിയലായിട്ടുള്ള മെയിൻലി പോളിപ്പിൽ തന്നെയാണ് നമുക്ക് നിഡേറിയൻസിൽ കാണാൻ പറ്റുന്ന കാര്യം എന്താണ്, അവിടെ പല പല മോർഫോളജി കാണിക്കുന്ന ഇൻഡിവിജ്വൽസ് ഉണ്ട്. മോർഫോളജി മാത്രമല്ല അവർ ഫംഗ്ഷനും വ്യത്യാസമാണ്. ഇപ്പോൾ ഗോണോസൂയിഡിൻ്റെ ഫംഗ്ഷൻ റീപ്രൊഡക്ഷൻ ആണെങ്കിൽ ഈ പറയുന്ന ഗ്യാസ്ട്രോസൂയിഡ് ഇസ് കണക്റ്റഡ് വിത്ത് ഡൈജഷൻ അല്ലെങ്കിൽ ഫുഡാണ്, അപ്പോൾ ഫുഡ് ക്യാപ്ചറാണ്. അപ്പോൾ എന്താണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ സ്പീഷീസിൽ തന്നെ പല പല മോർഫോളജിയുള്ള ഇൻഡിവിജ്വൽസ് ഉണ്ട്. നൗ ദീസ് ഇൻഡിവിജ്വൽസ് ആർ കണക്റ്റഡ് ഇൻ എ കോളനി, റൈറ്റ്, ആൻഡ് ഈച്ച് ഇൻഡിവിജ്വൽ ഹാസ് ഗോട്ട് എ ഡിഫറെൻറ്റ് ഫങ്ഷൻ. നൗ ഈ ഇൻഡിവിജ്വലിനെ നമ്മൾ ഓരോ ഇൻഡിവിജ്വലിനെ വിളിക്കുന്ന പേരാണ് സൂയിഡ്. എന്താണ് സൂയിഡ്? അപ്പോൾ പല പല ഇൻഡിവിജ്വൽസ് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. ആൻഡ് ദീസ് ഇൻഡിവിജ്വൽസ് ആർ കണക്റ്റഡ് കേട്ടോ. ഓക്കെ, ഇതിനെക്കുറിച്ച് ഒരു എസ്സേ ഉണ്ട്, അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് വെച്ചാൽ അവരുടെ റീപ്രൊഡക്ഷനെ കുറിച്ചാണ്. നൗ ദീസ് ഓർഗാനിസം ഷോ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആസ് വെൽ ആസ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. സം ഓർഗാൻസം അതായത് പോളിപ്പ് ഫേസ് ചിലപ്പോൾ എന്താണ്, പോളിപ്പ് ഓർഗാനിസം ചിലപ്പോൾ അസെക്ഷലി മാത്രം ബഡിങ് വഴി മാത്രമായിരിക്കാം റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഇതുപോലെ ഒരു പുതിയൊരു ബഡ് ഉണ്ടാവുന്നു, ആ ബഡ് എന്താവുന്നു, പിന്നെയും അടുത്ത പോളിപ്പാകുന്നു. അങ്ങനെ ബഡിങ് വഴി എന്തുണ്ടാവും, പോളിപ്പ് ഫേസിൽ റീപ്രൊഡക്ഷൻ നടക്കാം. അതിനാണ് ഇവിടെ അസെക്ഷൽ നടക്കുന്നതെന്ന് പറയുന്നത്. സംടൈംസ് എന്താണ്, ഇവർ പോളിപ്പിൽ നിന്നുണ്ടാവുന്ന ബഡ് എന്തായി മാറാം, ഒരു മെഡൂസയായിട്ട് മാറാം. അങ്ങനെ ആകുമ്പോൾ അതെന്താണ്, മെഡൂസയായിട്ട് മാറും. ഈ മെഡൂസ പിന്നെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, സെക്ഷുവലി ആയിരിക്കും. മെഡൂസ മെയിൻലി റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് സെക്ഷുവലി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണിക്കാൻ പറ്റുന്നത് എന്താണ്, ഒരു ഓർഗാനിസം കുറച്ച് നാൾ അസെക്ഷൽ റീപ്രൊഡ്യൂഷൻ ചെയ്തു, പിന്നെ അതെന്താണ് സെക്ഷുവലി റീപ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ അവിടെ ഒരു ഓൾട്ടർനേഷൻ ഓഫ് റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് അല്ലേ. ഇനി ചില സമയത്ത് പോളിപ്പ് തന്നെ സെക്ഷുവലി റീപ്രൊഡ്യൂസ് ചെയ്യും. മെയിൽ പോളിപ്പും ഫീമെയിൽ പോളിപ്സും ഉണ്ടാകും. അവർ രണ്ടുപേരും കൂടെ സെക്ഷുവലി റീപ്രൊഡ്യൂസ് ചെയ്തൊരു ലാർവ ഉണ്ടായിട്ട് പിന്നെയും അടുത്തൊരു പോളിപ്പ് ഉണ്ടാകും. ഞാൻ ഇതെല്ലാം ഒറ്റ ഓർഗാനിസത്തിൽ നടക്കും എന്നല്ല ഞാൻ പറയുന്നത്. ചില പോളിപ്സ് അസെക്ഷലി മാത്രം, ചില സ്പീഷീസ് അസെക്ഷലി മാത്രമേ റീപ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ചില ഓർഗാനിസത്തിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു പോളിഫോമും മെഡൂസ ഫോമും ഉണ്ടാകും. അങ്ങനെയുള്ള പോളിഫോമും മെഡൂസ ഫോമിൽ പോളിപ്പിൽ നിന്നും അസെക്ഷൽ റീപ്രൊഡക്ഷൻ വഴിയാണ് മെഡൂസ ഉണ്ടാവുന്നത്. മെഡൂസയിൽ നിന്നും സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴിയാണ് പോളിപ്പ് ഉണ്ടാകുന്നത്. ഇനി ചില ഓർഗാനിസത്തിൽ പോളിഫോം തന്നെ എന്താണ് സെക്ഷുവലി റീപ്രൊഡ്യൂസ് ചെയ്ത്, പോളിഫോം തന്നെ മെയിൽ ഫീമെയിൽ ഉണ്ടാകും, അവർ തന്നെ സെക്ഷുവലി റീപ്രൊഡ്യൂസ് ചെയ്ത് അടുത്ത പോളിപ്പ് ഉണ്ടാകും. സോ ഇവർക്ക് സെക്ഷൽ റീപ്രൊഡക്ഷനും സെക്ഷൽ റീപ്രൊഡക്ഷനും കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇവർക്ക് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ഇവർ കാണിക്കുന്നുണ്ട്. സോ എന്താണ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ?